പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പേര് സൂസൻ ഡിസിൽവ. ഞാൻ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഞാൻ 2006 മുതൽ ടെക്സസിൽ USA റിസൈഡ് ചെയ്യുന്നതാണ്. എൻ്റെ ഫാമിലി എല്ലാം അവിടെയാണ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ജനുവരി 19, 2023, അതായത് ലാസ്റ്റ് മന്ത്, ഒരു മാസം ആകുന്നതേ ഉള്ളൂ. എനിക്ക് ഉടമ്പടിയിൽ ഞാൻ 6 നിയോഗങ്ങൾ വെച്ചായിരുന്നു. അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, അതിൽ ഉടമ്പടിയിൽ വെച്ചതിൽ ഒരു നിയോഗം സാധിച്ചത് എൻ്റെ അനിയത്തിക്ക്, എൻ്റെ സിസ്റ്ററിന് മോർ ദാൻ 2 ഇയേഴ്സായിട്ട് അവളെ US ഒരു വീട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ US താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഇപ്പം പ്രത്യേകിച്ച് ടെക്സസ്, ഡാലസ് ഏരിയയിലും ഹ്യൂസ്റ്റൺ ഏരിയയിലൊക്കെ ഒരു വീട് എടുക്കാമെന്ന് പറഞ്ഞാൽ അവിടെ വീടിന് വളരെയധികം വില കൂടിയിരിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റും ഭയങ്കര ഹൈയാണ്, 5-6%. അപ്പം ഒരു $4 lakh, $5 lakh ഒരു വീടെടുത്താൽ അതിൻ്റെ 5-6% ഇൻട്രസ്റ്റ് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിൻസിപ്പൽ ബാലൻസിനെക്കാട്ടിലും ഇരട്ടിയാണ് അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് അടയ്ക്കേണ്ടത്. അപ്പോൾ അത്രയും ചലഞ്ചസൊക്കെ വന്ന്, പിന്നെ കാലിഫോർണിയയിൽ നിന്ന് ഒത്തിരി ആൾക്കാരൊക്കെ ടെക്സസിലേക്ക് മൂവ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം കാലിഫോർണിയയിൽ നിന്ന് വീട് വിറ്റിട്ടുള്ള ആൾക്കാർക്ക് കയ്യിൽ ഡോളേഴ്സായി പൈസ അടക്കം കയ്യിലിരിപ്പുണ്ട്, അങ്ങനെയുള്ള ആൾക്കാർക്ക് വീട് വാങ്ങിക്കാൻ. അപ്പം നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരാളൊരു വീട് എടുക്കുമ്പം നമ്മൾ പറയുന്ന വീടിന് ഇപ്പോൾ ഒരു $4 lakh ഇടുന്നെങ്കിൽ മാർക്കറ്റിൽ ആൾക്കാർ $5.5 lakh കൊടുത്തിട്ട് വീട് വന്ന് ബിഡ് ചെയ്ത് പോകുന്നൊരു സാഹചര്യം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവൾക്ക് ഒരുപാട് ചലഞ്ചസ് ആയിരുന്നു 2 വർഷത്തിലേറെ ആയിട്ട് വീട് നോക്കാൻ. അപ്പോൾ ആദ്യമൊക്കെ നല്ല അഗ്രസീവായിട്ട് നോക്കി, പിന്നെ ഇതൊന്നും നടക്കാത്തപ്പോൾ നോക്കാതിരുന്നു, അങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് ഒക്കെ വീട് നോക്കി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും വളരെ ഒരു സങ്കടമായിരുന്നു അവൾക്കൊരു വീടാകുന്നില്ലോ എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് എൻ്റെ 6ാമത്തെ നിയോഗം വെച്ചത് അവൾക്ക് വീട് കിട്ടണേ എന്നുള്ള ഒരു നിയോഗം വെച്ചതും ഒരു വളരെ ഭയങ്കര അനുഗ്രഹം തോന്നുന്ന ഒരു ഇതായിരുന്നു, കർത്താവിൻ്റെ ഇടപെടൽ. കാരണം ഞാനിവിടെ അമേരിക്കയിൽ നിന്ന് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയാണ്. ഞാൻ 2014 ഫസ്റ്റ് ടൈം എനിക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറഞ്ഞ് ഡയഗ്നോസ് ചെയ്തത്. അപ്പം നമ്പേഴ്സ് ALT, AST ഒക്കെ സ്ലൈറ്റ്ലി ഹൈ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒത്തിരി വലിയ നമ്പേഴ്സ് അല്ല. അപ്പം ഞാൻ വലിയ കെയർ ചെയ്തിട്ടില്ല. ഞാൻ നേഴ്സാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ നമ്പേഴ്സൊക്കെ കാണുമ്പോൾ എനിക്ക് വേറെ സിംറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ അത്ര വറീഡ് അല്ലായിരുന്നു. പിന്നെ അമേരിക്കയിൽ താമസിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്കറിയാം, എല്ലാ വർഷവും നമ്മൾ പ്രൈമറി കെയർ ഡോക്ടറിനെ പോയിട്ട് നമ്മൾ ലാബ്സ് എല്ലാം ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അത് ഇൻഷുറൻസ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. കാരണം നമ്മൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ നേരെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഇതാണ്. അപ്പോൾ അങ്ങനെ എല്ലാ വർഷവും ചെക്ക് ചെയ്യുമ്പോഴും എൻ്റെ ലിവർ എൻസൈംസ് എല്ലാം തന്നെ ഹൈ ആയിരുന്നു. ഹൈ എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി ഹൈ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ 2022 ആയപ്പോഴത്തിന് ഈ നമ്പേഴ്സൊക്കെ 4-5 ടൈംസ് ഹൈ ആയി. ALT, AST ഒക്കെ 120, 171 ഒക്കെ വന്ന സമയമായി. അപ്പോഴത്തേക്കും എൻ്റെ പ്രൈമറി കെയർ ഡോക്ടർ കൺസേൺ പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു, ഇത് കൂടുതലാവുന്നുണ്ടല്ലോ, അപ്പം ഒരു GI ഡോക്ടറിനെ പോയി കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് GI ഡോക്ടറിനെ പോയി റെഫർ ചെയ്തു. GI ഡോക്ടർ കണ്ടു. അങ്ങനെ ഫൈബ്രോ സ്കാൻ എന്ന് പറഞ്ഞൊരു സ്കാൻ ചെയ്തു. ഫൈബ്രോ സ്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് പറയാൻ പറ്റും യു ഹാവ് മൈൽഡ് ഫാറ്റി ലിവർ എന്നേ പറയത്തുള്ളൂ. അത് എത്ര ഗ്രേഡ് ആണെന്നോ അതിൽ ലിവറിൽ എത്ര ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടെന്നോ ക്ലിയർ ആയിട്ട് അതിനകത്ത് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഫൈബ്രോ സ്കാൻ ചെയ്യാൻ പറയുന്നത്. ഫൈബ്രോ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് അവരെന്നോട് പറഞ്ഞു, നിൻ്റെ ലിവറിൽ 78% ലിവറിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ട്. അത് ഇനി ശ്രദ്ധിച്ചില്ലെങ്കിൽ സിറോസിസ് ആകും. ഈ സ്റ്റേജിലാണെങ്കിൽ അത് റിവേഴ്സ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ ഈ കൃപാസനത്തിലെ പാത്രം കണ്ടിട്ട് ഓൺലൈനിൽ ഉടമ്പടി എടുക്കാൻ നോക്കിയിട്ട് കുറേ നാളായിട്ട് പറ്റുന്നൊന്നുമില്ലായിരുന്നു. അപ്പോൾ അമ്മ ഉടമ്പടി എടുത്തില്ലെങ്കിലും ഈ നമ്മുടെ ഈ പ്രതിഷീകരണ പ്രാർത്ഥനയെല്ലാം അമ്മ ഈ പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ട് അത് വീട്ടിലിരുന്ന് അമ്മ ഉടമ്പടി എടുത്തില്ലേലും എല്ലാ ദിവസവും പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അമ്മയുടെ ഈ പ്രാർത്ഥനയൊക്കെ കാണുമ്പോൾ അമ്മ എന്നോട് ഇടയ്ക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ഇടയ്ക്ക് ഓൺ ആൻഡ് ഓഫ് ആയിട്ട് വലിയ കൃത്യമായിട്ടൊന്നും അന്നേരം ചെയ്തില്ലായിരുന്നു. പക്ഷേ ഞാൻ നാട്ടിൽ വന്നപ്പോൾ അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു, നീ ട്രീറ്റ്മെൻറ്റിന് പോകുന്നതിന് മുമ്പ് ഇവിടെ കൃപാസനത്തിൽ വന്നിട്ട് നീ ഉടമ്പടി എടുക്കണമെന്ന്. അപ്പോൾ അമ്മയുടെ നിർബന്ധപ്രകാരമാണ് സത്യം പറഞ്ഞാൽ ഞാനിവിടെ വന്നിറങ്ങുന്നത് ജനുവരി 18-നാണ്. ഞാൻ 18 രാവിലെ വന്നു. ഞാനിവിടെ 19-ന് ഉടമ്പടി എടുക്കാൻ വന്നു. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ നോക്കുമ്പോൾ ഫാറ്റി ലിവറിനെ എന്നോട് വെക്കണം നമ്മൾ പ്രത്യേകം പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിൽ എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ കുഞ്ഞിനൊക്കെ ഓരോരോ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫാറ്റി ലിവറെ കൂടെ വെച്ച് അവരുടെ കാര്യങ്ങൾ എനിക്ക് വെക്കാൻ പറ്റാതെ വരും. അപ്പം ഞാൻ എൻ്റെ ഇതിനു വേണ്ടി ആകപ്പാടെ വെച്ചത് ദൈവമേ വിശുദ്ധമായൊരു ജീവിതം നയിക്കാൻ, ദൈവത്തിൻ്റെ ജ്ഞാനവും നിറഞ്ഞ പരിശുദ്ധാത്മാവിൽ നിറവുള്ള ഒരു ജീവിതം നയിക്കാൻ കൃപ തരണമെന്ന് മാത്രമേ ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചുള്ളൂ. അത് കഴിഞ്ഞ് ബാക്കി വെച്ചത് എൻ്റെ കുഞ്ഞിന്, എൻ്റെ ഹസ്ബൻഡിന്, പിന്നെ എൻ്റെ മദറിനിലോ, എൻ്റെ മമ്മിക്ക് കാലിന് ഭയങ്കര വേദനയുള്ള കൂട്ടത്തിൽ അത് വെച്ചു. പിന്നെ എൻ്റെ അനിയനും വേണ്ടി ഒരു കല്യാണവും എൻ്റെ അനിയത്തിക്ക് വേണ്ടി ഒരു വീടുമാണ് ഞാൻ വെച്ചേ. എന്നിട്ട് ഞാൻ മുകളിലിരുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പം മാനസികമായി എല്ലാവർക്കും തോന്നുന്നൊരു ഇതുണ്ടല്ലോ, കാരണം എൻ്റെ ഫാറ്റി ലിവർ ഞാൻ വെച്ചില്ല, ഞാൻ അതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് മെഡിക്കൽ ലീവ് എടുത്ത് വന്നിരിക്കുന്നതാണ്. അപ്പോൾ അത് വെക്കണ്ടേ,
ഇവളുടെ വീട് പിന്നെ ആണെങ്കിലും എപ്പോഴെങ്കിലും കിട്ടുമല്ലോ ഒന്ന് അങ്ങനെയൊക്കെയുള്ള മാനസികമായ രീതിയിൽ തിങ്കിങ് വന്നു. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ബൈബിൾ കൊണ്ടുവന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് ബൈബിൾ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നു കഴിഞ്ഞപ്പോൾ ആ സങ്കീർത്തനത്തിൽ ഏറ്റവും മുകളിലായിട്ട് ആ അധ്യായം ഞാൻ ഓർക്കുന്നില്ല, മുകളിലായിട്ട് എഴുതിയിട്ടുണ്ട് കർത്താവ് ഉദാരമായ കൃപ എല്ലാവർക്കും കൊടുക്കുന്നുള്ളൊരു വചനം എനിക്ക് കിട്ടിയത്. അത് വായിച്ചത് ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഞാനത് അടച്ചു വെച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ നിനക്ക് എൻ്റെ കാര്യങ്ങൾ അറിയാം, ഞാൻ എൻ്റെ ഇതിനകത്തൊന്നും വെച്ചിട്ടില്ല, ഞാൻ വന്നിരിക്കുന്നു ഇതിനാണെന്നറിയാം, നീ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. അത്രയും ഞാൻ പറഞ്ഞോളൂ. പിന്നെ ഞാൻ പോയി. പിന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലൊക്കെ തന്നെ ഞാൻ ബുക്കിലെല്ലാം എഴുതിയെടുത്തായിരുന്നു. അവിടെ ചേച്ചിമാർ പറഞ്ഞു, ആ ചേട്ടൻ പറഞ്ഞതെല്ലാം ഞാൻ ബുക്കിലെല്ലാം റൈറ്റ് ഡൗൺ ചെയ്ത് എഴുതി. പിന്നെ ഞാൻ ഇവിടുന്ന് പോയി. ഞാൻ നേരെ പോയത് ഒരു ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി നേച്ചർ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ തൃശ്ശൂരുണ്ട്, അറിയുന്നവരുണ്ടായിരിക്കാതെ. അവിടെ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലാണ് ഞാൻ പോയത്. അവിടെ പോയി അഡ്മിറ്റായി. അത് നാച്ചുറോപ്പതി ട്രീറ്റ്മെൻറ്റ് സെൻറ്ററാണ്. അവിടെ അങ്ങനെ ലാബ്സ് ടെസ്റ്റ് ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ പോയി. ഞാൻ അവിടെ ചെന്നത് ശനിയാഴ്ച ഒരു 10:30 സമയത്താണ്. അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച വീക്കെൻഡല്ലേ, അത് കഴിഞ്ഞിട്ട് പിന്നെ തിങ്കളാഴ്ച ആയപ്പോഴത്തേന് എൻ്റെ മനസ്സിലൊരിതുണ്ട്. കാരണം ഇവിടെ വന്നു, അപ്പം ട്രീറ്റ്മെൻറ്റ് എന്താകും, എന്താ ഡിഫറൻസ് ഉണ്ട് എന്തൊക്കെ അറിയാൻ വേണ്ടി എന്താണ് ഒരു ബേസ് ലൈൻ ലാബ് ഞാൻ ചെയ്യുന്നതല്ലായിരിക്കുമല്ലോ. അപ്പം നമ്മൾ അങ്ങോട്ട് പറഞ്ഞാലേ അവിടെ അങ്ങനെ ലാബ് ചെയ്യത്തുള്ളൂ. അപ്പം ഞാൻ അവരുടെ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ബേസ് ലൈൻ ആയിട്ടുള്ള ലാബ് എത്രയെന്ന് അറിഞ്ഞാൽ, കാരണം ട്രീറ്റ്മെൻറ്റ് എത്ര പ്രോഗ്രസ് ആയെന്നുള്ള ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ എനിക്ക് എന്നാലല്ലേ ഒന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ റിക്വസ്റ്റ് ചെയ്തൊരു ലാബ് ചെയ്യിപ്പിച്ചു. അന്ന് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ചെയ്യുന്നത് 23 ജനുവരി 23 ഒരു തിങ്കളാഴ്ചയാണ് ചെയ്യുന്നത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ജനുവരി 19 23 ഞാൻ ലാബ് ചെക്ക് ചെയ്തപ്പോൾ ഇത്രയും വർഷങ്ങൾ എനിക്കൊരു പ്രാവശ്യം പോലും എൻ്റെ ALT AST ഒന്നും നോർമൽ ആയിരുന്നിട്ടില്ല. എൻ്റെ എല്ലാ നമ്പേഴ്സും നോർമലായിരുന്നു, ബാക്ക് ടു നോർമൽ. ഞാൻ എൻ്റെ മദർ-ഇൻ-ലോനെ വിളിച്ചു വരുമ്പോൾ മദർ-ഇൻ-ലോ എപ്പോഴോ പറഞ്ഞു, മോളെ കൃപാസനമാതാവാണ് മോളെ സുഖപ്പെടുത്തിയത്, ഞാൻ അന്നേരം പറഞ്ഞില്ലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ 2 വീക്സ് കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഇവരുടെ ഈ നാച്ചുറൽ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലെ ഫുഡ് ഐറ്റംസിൻ്റെ ഒക്കെ ഞാൻ വീട്ടിൽ എത്ര ശ്രദ്ധിച്ചാലും ഞാൻ ബേക്കറി ഐറ്റംസും ഫ്രൈഡ് ഐറ്റംസും ഒക്കെ കഴിക്കുന്ന കൂട്ടത്തില്ല. അപ്പോൾ അതിന് ഞാൻ സ്വന്തമായിട്ട് എത്ര ശ്രദ്ധിച്ചാലും അത്രയും ഒരു പക്ക രീതിയിൽ നമുക്ക് വീട്ടിൽ ചെന്നാൽ നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, നീ അവിടെ നിൽക്കുക, കാരണം നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ അവരുടെ ഭക്ഷണ രീതിയൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അവിടെ യോഗയും മെഡിറ്റേഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ലൈഫ് പാറ്റേണും ആ ഒരു കുക്കിങ്ങിൻ്റെ ഇതൊക്കെ എനിക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇവിടെ 2 വീക്സ് നിന്നു. ഞാൻ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയി, ഞാൻ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു. അതിനുശേഷം ഞാൻ പിന്നെ ലൂർദ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്നും കൂടെ ലാബ് ടെസ്റ്റ് ചെയ്ത സമയത്തും എല്ലാ നമ്പേഴ്സും ബാക്ക് ടു നോർമലാണ്, ഒന്നിനും ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, നമ്മൾ കർത്താവിനോട് അടുത്ത് നിൽക്കുമ്പോഴും പിന്നെ നമ്മളുടെ നിയോഗങ്ങളെക്കാളും കൂടുതൽ നമ്മളുടെ പ്രയോറിറ്റി കൊടുക്കാതെ നമ്മളെ മറ്റുള്ളവരുടെ കാര്യത്തിലാക്കുമ്പോൾ കർത്താവിനെല്ലാം അറിയാവുന്നതാണ്, നമ്മളുടെ ഓരോ വിഷമങ്ങളും അറിയാവുന്നതാണ്. അതിനകത്ത് ദൈവം ഇടപെടുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസമുണ്ട്. എൻ്റെ ഈ ഒരു ലിവർ ഫംഗ്ഷനിലൂടെ ഞാൻ അതാണ് വിശ്വസിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ എൻ്റെ അനുജത്തിയുടെ വീട്, എന്നിട്ട് അങ്ങനെയാണല്ലോ അനുജത്തിയുടെ വീട് കിട്ടുക. അതിനെക്കുറിച്ച് അനുജത്തിയുടെ വീട്, സോറി അത് ഞാൻ വിട്ടുപോയി. അനുജത്തിയുടെ വീട് എന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ഞാനന്ന് ഡേറ്റ് ഒന്നും വെച്ചല്ല പ്രാർത്ഥിച്ചത്, അവൾക്കൊരു വീട് കിട്ടണേന്നാണ്. പിന്നെ എൻ്റെ അമ്മ അന്നേരം എന്നെ ഓർമ്മിപ്പിച്ച് വേണ്ടി ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്നതിൽ ഒത്തിരി ഇങ്ങനെ പ്രെയർ റിക്വസ്റ്റ് കേൾക്കുന്നുണ്ട്, ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചാക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ അമ്മേ ഞാനത് മറന്നുപോയല്ലോ. എനിക്ക് തോന്നുന്നു ആസ് സൂൺ ആസ് പോസിബിൾ എന്നോ അങ്ങനെ എന്തോ ഞാൻ അവിടെ ആ ഉടമ്പടിയിൽ വെച്ചിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തെ ഞാനിങ്ങനെ അതങ്ങനെ വിട്ടു. പിന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ അടുത്ത് ഈ ഡേറ്റ് ഇങ്ങനെ വരിക, April 8, 2023 മുമ്പ് അവളുടെ വീട് കിട്ടും എന്നുള്ള രീതിയിലൊരു ഡേറ്റ് കാണുക. അപ്പോഴേ ഞാൻ ആഷനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ആഷെ എനിക്കിങ്ങനെ ഒരു ഡേറ്റ് കിട്ടിയിട്ടുണ്ട്, ഞാൻ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, ഉടമ്പടി ഞാൻ എടുത്ത, പക്ഷേ നിനക്ക് വേണ്ടിയുള്ള വീടാണ്, നീ ഇതുപോലെ ഇരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഞാൻ ഈ ഉടമ്പടിയുടെ പ്രെയറൊക്കെ അയച്ചു കൊടുത്തു. അവളോട് പറഞ്ഞു, നിനക്ക് ജോലിയുള്ള സമയത്ത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, പക്ഷേ ജോലിയില്ലാത്ത ദിവസങ്ങളൊക്കെ നീ 5:30 എണീറ്റ് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് അവളോടും പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ അവരെല്ലാവരും പോയി ഒരു വീട് കണ്ടു. അവളും ഹസ്ബൻഡും 2 കുഞ്ഞുങ്ങളുള്ള അവർക്കെല്ലാവർക്കും 4 പേർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വെട്ടവും വെളിച്ചമൊക്കെ ഉള്ളൊരു മനോഹരമായ ഭവനം അവൾക്ക് കിട്ടി. അവൾ ആ പേപ്പറിൽ സൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ആ ഒരു കാര്യം ഞാൻ പ്രത്യേകമായി ഇവിടെ 2 വർഷത്തിൽ കൂടുതലായിട്ട് നോക്കുന്നതാണ്. തടസ്സങ്ങളൊന്നും കൂടാതെ കർത്താവ് മീറ്റിംഗ് കൂടെ കൂടി അത് ഞങ്ങൾക്ക് സഹായിച്ചു തന്നു. പിന്നെ മൂന്നാമത്തെ കാര്യം, മദർ-ഇൻ-ലോ എൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മി
കുറേ വർഷങ്ങളായിട്ട് രണ്ട് മുട്ടിന് വേദനയുള്ളതാണ്. മമ്മിയുടെ ഒരു കാല് ചെറുതായിട്ട് സ്ലൈറ്റായിട്ട് ബെൻഡും ചെയ്തിരിക്കുന്നത്. മമ്മി ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം എന്നെ എയർപോർട്ടിൽ കൂട്ടാൻ മമ്മിനെ ഞാൻ 2019 വന്നിട്ട് പിന്നെ വന്ന് കാണുന്ന ഇപ്പോഴാണ് ഞാൻ അവധി കിട്ടിയിട്ട് വരുന്നത്. അപ്പം ഞാൻ മമ്മി എന്നെ എയർപോർട്ടിൽ കൂട്ടാൻ വന്നപ്പോൾ ഞാൻ മമ്മി കാറിൽ നിന്ന് ഇറങ്ങുന്ന കണ്ടപ്പോൾ എനിക്ക് വല്ലാണ്ട് സങ്കടം തോന്നിപ്പോയി. കാരണം മമ്മിക്ക് ആ കാറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങ് സ്ലൈറ്റായിട്ടും പതുക്കെ സമയം എടുത്ത് ഇറങ്ങുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങ് ഷോക്കായി പോയി. കാരണം മമ്മിക്ക് ഇത്ര സിവിയറായിട്ട് വേദനയുള്ളൂ എന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം എൻ്റെ മനസ്സിലതൊരു വലിയ വിഷമമായിരുന്നു. കർത്താവ് എന്നാ ചെയ്യാൻ പറ്റുന്നത്? മമ്മിയാണെങ്കിൽ സർജറിക്കൊന്നും സമ്മതിക്കത്തില്ല, നീ റീപ്ലേസ്മെൻറ്റ് കാര്യമൊന്നും ആക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ 4ാമത്തെ നിയോഗം വെച്ചത് മമ്മിയുടെ കാല് പൂർണ്ണമായി സുഖപ്പെടുത്തി തരണമെന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി. മമ്മി ഇവിടെ വന്നായിരുന്നു. മമ്മിക്ക് 65 എബോവ് ആയി വയസ്സ്. അപ്പം മമ്മിക്ക് അവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ മമ്മിക്ക് അത് എലിജിബിൾ ആകത്തില്ല. അപ്പോൾ മമ്മിക്ക് വേണ്ടി ഞാൻ ഉടമ്പടി എടുത്തു. വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ തൈലം വിശ്വാസപ്രമാണം ചൊല്ലി 2 കാലിലും ബാക്കിലും ഫ്രണ്ടിലും നീയുടെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ഞാനും ചൊല്ലും മമ്മിയും ചൊല്ലും. അങ്ങനെ ഞാൻ അവിടെ വീട്ടിലുള്ള സമയത്ത് ഞാൻ ചെയ്തു. അതുപോലെ തന്നെ ഞാൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്തും അത് ചെയ്തു. അതുപോലെ തന്നെ മമ്മിക്ക് ഞാൻ ഇച്ചിരി ഉപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മമ്മിയോട് പറഞ്ഞു, മമ്മി ഓർക്കുമ്പോഴൊക്കെ ഉപ്പിച്ചിരി വെള്ളത്തിലിട്ടിട്ട് കുടിക്കണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പം എന്നെക്കാളും വിശ്വാസമാണ് മമ്മിക്ക് ആ കാര്യത്തിൽ. പ്രാർത്ഥന മമ്മിയും ഈ കൊന്തയോട് ചേർന്ന് മാതാവിനോട് ചേർന്ന് ഉറക്കത്തിലും ഇല്ലാത്തപ്പോഴെല്ലാം കൊന്ത ചൊല്ലുന്നവരാണ് എൻ്റെ മമ്മി. അപ്പം മമ്മി ഇത് ചെയ്തു. മമ്മി ആയിട്ട് ഇടയ്ക്ക് ഞാൻ ട്രീറ്റ്മെൻറ്റ്സിലായിരുന്ന സമയത്ത് മമ്മി എപ്പോഴും ഫോൺ വിളിക്കും, പറയും, മോളെ നിൻ്റെ കൈ വെച്ചുകൊണ്ടാണ്, നിൻ്റെ പ്രാർത്ഥനയുടെ ഇതുകൊണ്ടാണ് എൻ്റെ കാലിലെ മുട്ടിൻ്റെ വേദന ഒരുപാട് കുറവുണ്ട്, നീരില്ല. എനിക്ക് പൂർണ്ണമായും പറയാൻ പറ്റും, ഞാനൊരു നേഴ്സാണ്. 2011 മുതൽ US പ്രാക്ടീസ് ചെയ്യുന്നൊരു നേഴ്സാണ്. നീസിലെ നീര് കണ്ടാൽ എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റും. ആ രണ്ട് കാൽമുട്ടിലെ നീര് നന്നായിട്ട് മാറി. പൂർണ്ണമായും നടക്കുന്നതല്ല ഞാൻ പറഞ്ഞത്, വേദന മാറി, നീര് മാറി. മമ്മിക്ക് ഒരുപാട് ആശ്വാസമുണ്ട്. അതും മദർ മേരി ഇടപെട്ട് അതിൽ ഒരു ഞങ്ങളോട് കൃപ കാണിച്ചെന്നുള്ളതും ഞാൻ ഓർത്തുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇനി എൻ്റെ നിയോഗങ്ങളെല്ലാം സാധിക്കുമെന്നും അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ എനിക്ക് ഈ ആൾത്താരയിൽ നിന്നുകൊണ്ട് ഇതുപോലെ സാക്ഷ്യം പറയാനുള്ള കൃപ ദൈവം തരുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. താങ്ക്സ്.